ഹലോ, ഇന്ന് നമുക്കൊരു വാട്ട ഈറ്റിനിടെ നോക്കിയാലോ? അങ്ങനെ അത്ര സംഭവമായിട്ടുള്ളൊരു വാട്ട ഈറ്റിനിടെ ഒന്നല്ല, എന്നാലും ഇടയ്ക്കൊരു ചേഞ്ചിന് കിടക്കട്ടെ അല്ലേ? അപ്പോൾ രാവിലെ മുതൽ ഇന്നത്തെ നമ്മൾ താരം ഈ ബ്രെഡാണ് കേട്ടോ. അന്നത്തെ ദിവസം മെൻ്റലും ഫിസിക്കലും ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. കോളേജിലും പോകാനുണ്ട്, അപ്പോൾ പിന്നെ രാവിലെ ഇതൊക്കെ തന്നെ ഉണ്ടാക്കി. അങ്ങനെ ബ്രെഡ് വാട്ടിയതും പഴം വാട്ടിയതും നല്ലൊരു ഷാറ് കട്ടൻ ചായയും കുടിച്ചതിന് ശേഷം കുലുങ്ങി അവസാനം നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്നും സ്ഥിതി വലിയ മാറ്റമൊന്നുമില്ല. അവസാനം തിക്കി കുലുങ്ങി ഏകദേശം കോളേജ് എത്താനും ആയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ രാവിലെ ഡെയിലി കുറച്ചായിട്ടുള്ളൊരു ഒരേ റുട്ടീൻ ആയതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കോളേജൊക്കെ എത്തിക്കഴിഞ്ഞു. എത്തിയ പാടെ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ട് വേഗം ഓടിപ്പോയി ക്യാൻറ്റീനിൽ നിന്ന് നല്ലൊരു സൂപ്പർ ചായ കുടിച്ചു കേട്ടോ. ഈ ചായ നല്ല ചൂടോടുകൂടി നല്ല ഓവർ മധുരത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം കുറച്ച് ലെക്ചറൊക്കെ കേട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ലഞ്ചായിട്ട് ഇന്ന് ഞാൻ ചെറിയ ഒരു സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചന് ശേഷം ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിൽക്കുന്നില്ല, ഉച്ചക്ക് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. അപ്പോൾ ആ ഒരു സാൻഡ്വിച്ച് ഞങ്ങൾ 3-4 ആൾ ഒന്ന് ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഇത് കണ്ടിട്ട് ഇതാണോ സാൻഡ്വിച്ച് എന്നൊന്നും ചോദിക്കേണ്ട, ബ്രെഡിൻ്റെ ഉള്ളിൽ മുട്ട വെച്ചാൽ അത് സാൻഡ്വിച്ച് ആയിട്ടോ. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അകത്താക്കി ഒട്ടും സമയം കളയാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു സുഖമില്ലാത്ത ദിവസമായതുകൊണ്ട് നമ്മൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിലെത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു നൂഡിൽസും നല്ല അടിപൊളി ഒരു കോഫി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, രാവിലത്തെ വാട്ടിയത്. അപ്പോൾ അതും കൂടി എടുത്ത് എല്ലാം കൂടി വെച്ചിട്ട് കുറേ നേരം ഇരുന്ന് ടി വിയും കണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, കുട്ടികൾ 2 ആൾ എൻ്റെ വീട്ടിലാണ്, അവരെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ തന്നെ ഇരുന്ന് ടി വിയൊക്കെ കണ്ട് അവസാനം പിന്നെ കുട്ടികളൊക്കെ വന്നു കേട്ടോ. പിന്നെ രാത്രിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഈ ഒരു കപ്പ ബിരിയാണിയാണ്, നമ്മൾ ഇറച്ചിയും പോളിയും. അപ്പോൾ ഇത്ര